ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റീന. ഇന്ന് IPL നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും RCBയും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ CSKയുടെ എതിരാളികൾ LSG ആണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ CSKയ്ക്ക് വേണ്ടിയും LSGക്ക് വേണ്ടിയും ആരൊക്കെ ഇറങ്ങും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ESPN ക്രിക്കിൻഫോ നൽകിയിട്ടുള്ള ഒരു സാധ്യത 11 ആണ് നമ്മൾ പരിശോധിക്കുന്നത്. CSKയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ, രുദ്രാജ് ഗൈക്വാദ്, ഉർവിൽ പട്ടേൽ, കാർത്തിക് ശർമ്മ, ഡിവാൾഡ് ബ്രവിസ്, ശിവം ദൂബെ, ജാമി ഓവർട്ടൺ, അഖിൽ ഹുസൈൻ, അൻഷുൽ കമ്പോജ്, നൂർ അഹമ്മദ്, മുകേഷ് ചൗധരി, ഗുർചപ്നീത് സിംഗ്. ഇങ്ങനെയായിരിക്കും CSKയുടെ ഒരു 11 വരിക. അതായത് മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി LSGയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിച്ചൽ മാർഷ്, ജോഷ് ഇംഗ്ലീസ്, അതല്ലെങ്കിൽ അർഷൻ കുൽക്കർണി, നിക്കോളാസ് പൂരൻ, ഋഷഭ് പന്ത്, ഏഡൻ മാർക്രം, അതുപോലെ തന്നെ രഘുവൻഷി, ഹിമ്മത്ത് സിംഗ്, ഷഹബാസ് അഹമ്മദ്, മുഹമ്മദ് ഷമി, പ്രിൻസ് യാദവ്, മൊഹസിൻ ഖാൻ, അതല്ലെങ്കിൽ മായങ്കി യാദവ്, ദിഗ്വേഷ് റാത്തി. ഇങ്ങനെയായിരിക്കും LSGയുടെ ഒരു നിര വരിക. ഇനി മറ്റൊരു മത്സരം, അത് കരുത്തരായ മുംബൈ ഇന്ത്യൻസും RCBയും തമ്മിലാണ്. അത് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 റായ്പൂരിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ RCB മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയിരുന്നു. അതിനൊരു പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുംബൈ വരുന്നത്. RCBയുടെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. വിരാട് കോഹ്ലി, ജേക്കബ് ബേത്തേൽ, ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, സുയാഷ് ശർമ്മ, റാസിഖ് സലാം. അതായത് കഴിഞ്ഞ മത്സരത്തിലെ 11-ൽ നിന്നും മാറ്റം വരുത്താൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ, റയാൻ റിക്കൽട്ടൺ, നമൻദീർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, അതല്ലെങ്കിൽ കോർബിൻ ബോഷ്, റോബിൻ മിൻസ്, അതല്ലെങ്കിൽ രാജ് ബാവ, ദീപക് ചഹർ, ട്രെന്റ് ബോൾട്ട്, ഗസൻഫർ, ജസ്പ്രീത് ബുംറ, രഘു ശർമ്മ. ഇങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഒരു സാധ്യത 11 ആയിക്കൊണ്ട് വരുന്നത്. ഏതായാലും ഇന്ന് ആരൊക്കെ വിജയിക്കും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ടീമുകൾക്കെല്ലാം വിജയം അനിവാര്യമായ ഒരു സമയമാണ് ഇത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.